ഹലോ. നമ്മൾ ഇന്ന് സിഗ്നൽ ആയിട്ട് വണ്ടി ഓടിച്ചിട്ട് പോകണമുണ്ട്. സ്വഭാവം ഞാൻ കണ്ട കറക്റ്റ് ആയിട്ട് സിഗ്നലൊക്കെ നോക്കി അല്ലേ? എപ്പോഴും കറക്റ്റായിട്ട് നേരെ നോക്കി ഓടിച്ചോ. അപ്പൊ നമ്മൾ ഇന്ന് ലണ്ടനിൽ പോവാണേ. നമ്മൾ ലണ്ടനിൽ പോകുന്നതെന്ന് വെച്ചാൽ പെട്ടെന്ന് വന്നൊരു പ്ലാനാണ്. ഫസ്റ്റ് നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? യെസ്, ഫുഡാണ്. നമ്മൾ ഇന്ന് ഒരു മലയാളി റെസ്റ്റോറൻറ്റിൽ പോവാണ്. ലാസ്റ്റ് ടൈം നമ്മൾ പോയിട്ട് ഇഷ്ടമായ ഒരു റെസ്റ്റോറൻറ്റ് നമ്മൾ വീണ്ടും പോവാണ് ഇന്ന്. കൊച്ചു എന്തായിരുന്നു കഴിക്കാൻ പോണം? അയ്യോ, അത് BDF എന്തായാലും ഉണ്ടാവും. BDF അത് അവിടുത്തെ എനിക്ക് ഇപ്പൊ UK-ലെ ഏറ്റവും ബെസ്റ്റ് BDF അതാണ്. അവരുടെ പ്രൊമോഷൻ ഒന്നും അല്ല കേട്ടോ, ഞങ്ങൾക്ക് ഇഷ്ടമായി. അപ്പൊ അവിടെ പോകും. അവിടെ പോയിട്ട് പിന്നെ അവിടുത്തെ പൊറോട്ട ഒന്ന് കഴിക്കണമെന്നുണ്ട്. അന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. നമ്മൾ കഴിച്ചല്ലോ പൊറോട്ട. അതെ, പക്ഷെ ഒന്നുകൂടി കഴിക്കണം. ഓക്കെ. പിന്നെ ബീഫ് സുബിയ അത് നല്ലതായിരുന്നു. എനിവേ കുറെ സാധനം തന്നെ വീണ്ടും കഴിക്കാതെ വേറെ എന്തെങ്കിലും ട്രൈ ചെയ്യണം അല്ലേ? സ്പേസ് വേണം, സ്പേസും വേണം, പൈസയും വേണം, മണി. അപ്പൊ നമ്മള് അവിടെ പോയിട്ട് പിന്നെ നമ്മൾ ലണ്ടൻ എന്തായാലും നമ്മൾ സ്റ്റാർട്ട്ഫോർഡ് വരെ പോകണം. അത് കഴിഞ്ഞിട്ട് നമ്മള് ലണ്ടനിൽ പോവാണ്. ചുമ്മാ ഒരു നൈറ്റ് ഔട്ട് എന്ന് വേണേൽ പറയാം അല്ലേ വെച്ചാൽ. ലണ്ടനിൽ ഇപ്പൊ ക്രിസ്മസിന്റെ ലൈറ്റ്സ് ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ക്രിസ്മസ് ഒന്നും ആയിട്ടില്ല, ഇനി ഇഷ്ടംപോലെ സമയമുണ്ട്. എന്നാലും നവംബർ 16 നമുക്ക് ജസ്റ്റ് പോയി നോക്കാം അവിടെ എന്തൊക്കെയായി, ക്രിസ്മസ് ആഘോഷങ്ങൾ ഒരുക്കങ്ങൾ എന്തൊക്കെയായി നോക്കാം. അപ്പോ യെസ്, അപ്പൊ ഇന്നത്തെ നമ്മുടെ ഒരു നൈറ്റ് ഔട്ട് ആണ് നമ്മുടെ വ്ലോഗ്. ഇതൊക്കെയാണ് നമ്മുടെ പ്ലാൻ. ഇതിങ്ങനെ എന്താവും എന്ന് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഞങ്ങളുടെ പ്ലാൻസ് എപ്പോഴും അങ്ങനെയാണ്. നമ്മൾ ചിലപ്പം പെട്ടെന്ന് പ്ലാൻ ചെയ്ത ഓരോ കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ യെസ്, അപ്പൊ വെൽക്കം ടു സാൻഡേസ് വ്ലോഗ്, സാൻഡേ സ്റ്റോറീസ്. നമ്മളിവിടെ സെക്കൻഡ് ടൈമാണ് സ്റ്റാർട്ട്ഫോർഡ്. ഓക്കെ, അപ്പൊ നമ്മൾ സ്റ്റാർട്ടറായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു BDF, പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ മെയിനിലോട്ട് കിടക്കുവാണ്. ഓക്കെ, മെയിനിലോട്ട് പോകുന്ന നേരത്ത് നമ്മൾ എന്താ പറയുന്നത്, ബീഫ് കൊണ്ടാട്ടം അല്ലേ? ബീഫ് കൊണ്ടാട്ടം, അതിന്റെ കൂടെ 2 മലബാർ പൊറോട്ട. 2, 3, 4 ആവും. 2 മതി, കാരണം നമ്മൾ മന്തി പറയുന്നുണ്ട്. കിടക്കുകയാണ്. റൈസ് നമ്മൾ ഇത്തവണ മന്തി അടിച്ചാലോ? അൽഫാമാണോ? നോക്കട്ടെ. സുലൈമാനി മസ്റ്റാ. സുലൈമാനി, ഒരു സുലൈമാനി അല്ലേ? 2 നോക്കെ 2 പറയാം. 2 സുലൈമാനി. അടിപൊളി. കാശിങ് അടിച്ചോണം. ഇന്ന് കൊച്ചിന്റെ ട്രീറ്റ് ആണെന്നാ പറഞ്ഞത്. അതെ, കൊച്ചി എനിക്ക് തരുന്ന ട്രീറ്റ്. BDF ആദ്യം കഴിച്ചു, അത് നല്ലതായിരുന്നു. ഇപ്പൊ നമ്മൾ പൊറോട്ടയും ബീഫ് കൊണ്ടാട്ടമാണ് കേട്ടോ. ഇങ്ങനെ ഇരിക്കും ബീഫ് കൊണ്ടാട്ടം, ഉള്ളിയൊക്കെ ഇട്ട് വഴറ്റി ഇങ്ങനെ ബീഫ് പീസ്. പിന്നെ ഇവിടുത്തെ പൊറോട്ടയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല ഫ്ലഫി പൊറോട്ടയാണ്. നമ്മൾ ചില റെസ്റ്റോറൻറ്റിൽ ഇവിടെ പോകുമ്പോൾ നമ്മുടെ ഫ്രോസൺ പൊറോട്ടയുടെ പോലെ അങ്ങനെ ചിലപ്പോൾ തോന്നാറുണ്ട്. ഇത് അങ്ങനെയല്ല, നമ്മൾ മറ്റേ അടിച്ചുണ്ടാക്കുന്ന അങ്ങനത്തെ പൊറോട്ടയാണ്. അതും ഈ ബീഫ് കൊണ്ടാട്ടത്തിന് കുറച്ച് സ്പൈസിനെസ് ഒക്കെ ഉണ്ട്. കൊള്ളാം, ടേസ്റ്റ് ഉണ്ട്. ഇനി അടുത്ത ഇത് കഴിച്ചിട്ട് വേണം മന്തിയിലോട്ട് കിടക്കാൻ. ലാമ്പ് മന്തി ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കണേ. അടിപൊളി. അങ്ങനെ ഞങ്ങളിതാ നടന്ന് എത്ര അരമണിക്കൂറായോ? അരമണിക്കൂറില്ല, 15 മിനിറ്റ്സ് നടന്ന് നമ്മളിപ്പം വെസ്റ്റ് ഫീൽഡ് സ്റ്റാർട്ട്ഫോർഡ് സ്റ്റേഷൻ അടുത്ത് വന്നു. വെസ്റ്റ് ഫീൽഡ് ഷോപ്പിംഗ് സെന്റർ ഉണ്ടല്ലോ, തണുപ്പുണ്ട്, നല്ല തണുപ്പാ. ഞാൻ ടീച്ചറിനോട് പറഞ്ഞാണ് നല്ലൊരു എന്താണ് ഇത് സ്കാർഫോ മങ്കി ക്യാപ്പ്. അപ്പൊ ഡേയ്സ് പറഞ്ഞു ബീഫ് കഴിക്കുമ്പോഴത്തേനും ബോഡി നല്ല ചൂടാവും, അതുകൊണ്ട് ക്യാപ്പ് ആവശ്യമില്ല. അതൊരു മണ്ടൻ തീരുമാനമായി പോയി. കുഴപ്പമില്ല, നമ്മളിപ്പം സെൻട്രൽ ലണ്ടനിലോട്ട് പോവാം എന്നാ വിചാരിക്കുന്നത്. നമ്മളിപ്പോ ട്യൂബ് കയറാൻ പോകല്ലോ? ഓക്കെ, അപ്പൊ നമ്മൾ ട്യൂബ് കയറി നമ്മളെവിടെ? നല്ല സമയമായി, ഇപ്പൊ സമയം എത്രയായി?
8 മണി ആവുന്നു. 8 മണി ആവുന്നു. അപ്പൊ നമുക്ക് എത്ര നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, കാരണം നമുക്ക് ഇനി തിരിച്ചങ്ങ് കെന്റ് വരെ പോകേണ്ടതാണ്. എന്നാലും നമ്മൾ ഇറങ്ങിയ സ്ഥിതിക്ക് ജസ്റ്റ് ലണ്ടനൊക്കെ ഒന്ന് പോയി. പിന്നെ നമുക്ക് വേറൊരു ടാർഗറ്റ് ഉണ്ട്, 10,000 സ്റ്റെപ്സ് അടിക്കണം അല്ലേ? 10,000 സ്റ്റെപ്സ് അടിച്ച് പറ്റൂ, കാരണം ഫുഡ് നല്ല, കാരണം 30,000 കലോറീസ് കയറിയിട്ടുണ്ട്. രാത്രി പോകുന്നത് ഒരു പ്രത്യേക വൈബാണ് അല്ലേ? അടിപൊളിയാ, കാശും പോകുന്ന അറിയത്തില്ല. പക്ഷെ എന്നാലും നമ്മളങ്ങനെ പോവാറൊന്നും ഇല്ല. കുറെ നാളെ നമ്മൾ പണ്ട് ലണ്ടനിൽ ഉണ്ടായിരുന്നപ്പോ പോവായിരുന്നു. ഇപ്പം ഒത്തിരി നാൾക്ക് ശേഷമല്ലേ? ഒത്തിരി നാൾക്ക് ശേഷമാണ് നമ്മളിപ്പോ ഒന്ന് വെളിയിലോട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഇനി അധികം ലണ്ടൻ നൈറ്റ് ഇപ്പൊ ഇങ്ങനെ പോകുന്നത് കാണാം. ഓക്കെ, അപ്പൊ നമുക്കെന്നാ യാത്ര വീണ്ടും ആരംഭിക്കുന്നു. ബസ് എടുത്ത് നമ്മൾ കഴിഞ്ഞ വർഷം ഈ ബസ് എടുത്താണ്. അപ്പൊ ഇത് ലണ്ടന്റെ മെയിൻ സ്ട്രീറ്റ്സിൽ കൂടെയാണ് പോകുന്നത്. അപ്പൊ നല്ല രസമാണ് ലൈറ്റ്സ് ഒക്കെ കാണാൻ. Just look the way on, okay? Don't move. Because if you move, we all gonna go back to prison.